അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ വീണ്ടും വീണ്ടും വരാൻ പ്രചോദനമാകുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ കസ്റ്റമേഴ്സിനെ അങ്ങനെ നമ്മളൊരു ഗസ്റ്റ് മാതിരി നമ്മൾ ട്രീറ്റ് ചെയ്യും. സ്പെഷ്യലായി പറഞ്ഞാൽ എപ്പോഴും എല്ലാ രീതിയിലും നമ്മൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ നല്ല ഭക്ഷണം കൊടുക്കുന്നു. നല്ല ഭക്ഷണം, അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? നല്ല ടേസ്റ്റുള്ള വിഭവങ്ങൾ. അപ്പോൾ അവർ വീണ്ടും വീണ്ടും വരാറുണ്ട്. സ്വന്തമായൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഓണറാണല്ലോ, ഇപ്പോൾ സാറിന് നൽകാവുന്ന ഒരു ടിപ്സ് എന്താണ്? ഒരു പുതുതായി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകാവുന്ന ടിപ്സ് എന്തൊക്കെയാണ്? ടിപ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സക്സസ് ആണെങ്കിൽ അവർ സ്വന്തമായി ഡീപ്പായിട്ട് അതിലിറങ്ങണം. പിന്നെ ഭക്ഷണം, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം, നല്ല രീതിയിൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. അല്ലാതെ മറ്റേ രീതിയിലൊന്നും എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല. നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് അതായിരിക്കും കസ്റ്റമേഴ്സിനെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ ടേസ്റ്റുള്ള ഭക്ഷണം, ആ കാര്യത്തിലാണ് നമ്മൾ സക്സസ് ആയിട്ടുള്ളത്. UAE ഗവൺമെൻറ് ബിസിനസ് എന്നൊരു ഫീൽഡിൽ നമുക്ക് തരുന്ന സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ പ്രവാസി അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ UAE ഗവൺമെൻറ്റിനെ കുറിച്ച് 2 വാക്ക്. UAE ഗവൺമെൻറ്റിൽ സ്പെഷ്യലി ഞാൻ പറയുന്നത് ദുബായ് ഗവൺമെൻറ് വെരി സപ്പോർട്ടീവാണ്. അതൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രയും എല്ലാ രീതിയിലും അഡ്മിൻ ലെവലായാലും മറ്റേ കാര്യത്തിലായാലും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ ആദ്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ എങ്ങനെ ഫോളോ ചെയ്തു അതാണ് നമ്മളെ സക്സസ്. അതല്ലാതെ നമ്മളിപ്പോൾ കുറേ ഇതെല്ലാം ഉണ്ടാക്കി വെറുതെ ഇതാക്കി അവരെ കുറ്റം പറഞ്ഞിട്ട് ഗുണമില്ലല്ലോ. ഫൈൻ എന്തുകൊണ്ട് വരുന്നു അത് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്താൽ വിൽ നെവർ ഗെറ്റ് എനി ഫൈൻസ്. സാറ് നാട്ടിലെവിടെയാണ്? ഫാമിലിയൊക്കെ ഇവിടെ തന്നെയുണ്ടോ അല്ലെങ്കിൽ നാട്ടിലെ ആളുകളൊക്കെ സാറിന് സപ്പോർട്ടീവ് ആണോ? നാട്ടിൽ ഞാൻ കാസർഗോഡാണ്, ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ ഞാനിവിടെ ദുബായിൽ വന്നത് 1990-ലാണ്. പിന്നെ 30 വർഷം ഇവിടെ ജോലി ചെയ്തു. 95-ലാണ് എൻ്റെ കല്യാണം നടന്നത്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. 10-28 വർഷം ഇവിടെ തന്നെ. പിന്നെ ഞങ്ങൾ 4 മക്കളാണ് എനിക്ക്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഇവിടുത്തെ ആരായാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും വെരി സപ്പോർട്ടീവ്. പിന്നെ ദുബായ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളെ ഹോം ലാൻഡ് എന്ന് പറയാം. തീർച്ചയായിട്ടും. പിന്നെ ഇവിടുന്ന് വിട്ട് പോകാൻ മനസ്സിലായിരുന്നില്ലല്ലോ നമുക്ക് എവിടെയായാലും. അതെ. അപ്പോൾ ഒരു കാസർഗോഡുകാരൻ ഇവിടെ വിജയകരമായി സംരംഭകനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംരംഭകൻ എന്ന് പറയാൻ പറ്റൂല, അവസ്ഥക്ക് എത്തില്ല. നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, അത്ര തന്നെ. അപ്പോൾ ഇത്രയും നേരം സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്കായി തന്നതിന് താങ്ക് യു സോ മച്ച് സാർ.